വേണമെങ്കിലും GCCയിലൊക്കെ പോയിട്ട് 2 വർഷം കൂടെ വർക്ക് ചെയ്യാം. സെൽഫായിട്ട് ഏതെങ്കിലും ഒരു ഏരിയയിൽ ഒരു നോളജ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും എന്നിട്ട് അത് ബേസ് ആയിട്ട് കോണ്ടന്റ് ബിൽഡ് ചെയ്യാം. ഞാൻ പറഞ്ഞ കണ്ടന്റ് മാർക്കറ്റിംഗിൽ വരുന്നതിന് മുമ്പ് നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കണമല്ലോ. അതിന് എവിടെയെങ്കിലും ഒരു ക്ലയന്റിന് നമ്മൾ പിച്ച് ചെയ്തിട്ട് അവിടെ ഇത് പഠിച്ച് അവർക്ക് വേണ്ടിയിട്ട് പെർഫോമൻസ് മാർക്കറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും അത് എക്സ്പീരിയൻസ് ആവും. ഇപ്പോൾ ഇവർ ഫസ്റ്റ് 100 ഓർഡേഴ്സ് എത്തിയതിനു ശേഷം ഇപ്പോൾ ഓക്കെ ഉടൻ തന്നെ ഒരു ഫ്രീലാൻസിങ്ങിലോ ബിസിനസ്സിലോ കയറേണ്ട ആവശ്യമില്ല. ഒരു 1 ഇയർ ഏതെങ്കിലും ഒരു ഏജൻസിയിൽ വർക്ക് ചെയ്യുക, നല്ലൊരു ഏജൻസി പോയി വർക്ക് ചെയ്യുക. ഫസ്റ്റ് ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കി അവരൊരു ലിങ്ക്ഡിനിലൊക്കെ നിൽക്കുകയാണെങ്കിൽ നല്ലൊരു ഏജൻസിയിൽ അവർക്കൊരു ബിഗിനർ ജോബിൽ കയറാം. ആ ഏജൻസി പുതിയ അക്കൗണ്ട്സുകൾ അവരെ കൊടുക്കും അതൊന്ന് അവരെ വർക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അവിടെ നിന്നൊരു 2 years ഒക്കെ നിന്ന് കഴിഞ്ഞാൽ ഇവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് അവിടെ ഉണ്ടാവും. വേണമെങ്കിലും GCCയിലൊക്കെ പോയിട്ട് 2 വർഷം കൂടെ വർക്ക് ചെയ്യാം, 1-2 വർഷം കൂടെ വർക്ക് ചെയ്യാം. അപ്പോൾ കയ്യിൽ കുറേ നല്ലൊരു ഫണ്ടും ഉണ്ടാവും. അതിനുശേഷം ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങുകയാണെങ്കിൽ അവർ ഒരു ഏജൻസിയിലോട്ടൊക്കെ ഇറങ്ങുകയാണെങ്കിൽ അത് സൂപ്പറായിട്ട് നമുക്ക് ഏജൻസി നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ചിലപ്പോൾ ഒരു ക്ലയന്റ് അപ്രോച്ച് ചെയ്ത് കാരണം ആ ഏജൻസിയിൽ നിന്ന് പിന്നെ സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഏതെങ്കിലും ക്ലയന്റ് കാണും. അവര് നമുക്ക് എന്തുകൊണ്ടാണ് സാറ്റിസ്ഫൈഡ് അല്ലാത്തത് നോക്കിയിട്ട് പിച്ച് ചെയ്യാൻ പറ്റും. തുടങ്ങുമ്പോൾ നിങ്ങളൊരു ലേണിംഗ് ഫേസിൽ നിന്നൊരു 100 ഓർഡേഴ്സ് എടുത്ത് അതിനെ ഒന്ന് നിങ്ങൾ ഡോക്യുമെന്റ് ചെയ്തിട്ട് അതിനെ ലിങ്ക്ഡിൻ പോലെയുള്ള പ്ലാറ്റ്ഫോംസിലൊക്കെ കറക്റ്റായിട്ട് ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇടുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്കൊരു ഐഡിയ ഉണ്ടാവും ഇതെന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ വന്ന ആക്ച്വൽ ജേണി എന്ന് പറയുന്നത് നമ്മളൊരു ഹാർഡ് വഴി കൂടെയാണ്. അതെ, ഇപ്പോൾ ഇതാകുമ്പോൾ നിങ്ങൾക്കൊരു എക്സാക്ട് റൂട്ട് ഉണ്ടാവും. ആരെയാണ് നമ്മൾ പിച്ച് ചെയ്യേണ്ടത്, ഏത് ബിസിനസ്സുകാരെ പിച്ച് ചെയ്യേണ്ടത്, എങ്ങനെ ഒരു ഹൈ പേയിങ് ക്ലയൻറ്റിലോട്ട് നമുക്ക് എത്താം, അങ്ങനെയൊക്കെയുള്ള ഒരു ഐഡിയ കംപ്ലീറ്റ് ആയിട്ട് അവർക്കുണ്ടാവും.